നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ജൂൺ 21 മുതലുള്ള വിവിധ ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് അറിയിച്ച പ്രകാരം നടക്കുകയാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കുറേ അധികം കുട്ടികൾ കുറച്ച് ആശങ്കയോട് കൂടിയിട്ട് പഠിച്ചതൊക്കെ മറന്നുപോയി, ലാബ് ചെയ്തിരുന്നു, ഒന്നും ഓർമ്മയിൽ വരുന്നില്ല, ഇനി സ്കൂളിൽ വന്ന് പ്രാക്ടിക്കൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള തരത്തിലൊക്കെയുള്ള സംശയങ്ങളുമായി ആശങ്കകളുമായി കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മൾ നിലവിൽ ലോക്ക്ഡൗണിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ വന്ന് പ്രാക്ടിക്കൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം നമുക്കില്ല. അതുമാത്രമല്ല, നിയമപരമായിട്ട് അതിന് സ്കൂളുകൾക്ക് ലാബ് തുറന്നു കൊടുക്കാൻ ഇപ്പോൾ അനുവാദവും ഇല്ല. പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരീക്ഷ വളരെ ലഘൂകരിച്ച രീതിയിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം അതേ പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക. അതോടൊപ്പം എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്, എത്ര മാർക്കാണ് ഓരോ ഐറ്റത്തിനും നമുക്ക് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒന്ന് എക്സാം പാറ്റേൺ ആണ്. എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതി. 2 മോഡൽ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഈ പ്രാക്ടിക്കൽ എക്സാം നടക്കാൻ പോകുന്ന അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ പ്രൊസീജിയർ. ഈ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയർ എഴുതേണ്ടത്, എന്താണ് ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇക്കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് എക്സാം പാറ്റേൺ നമുക്കൊന്ന് പരിചയപ്പെടണം. ഈ വർഷം പ്രത്യേക സാഹചര്യത്തിൽ എക്സാം പാറ്റേണിൽ മാറ്റമുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. നമ്മൾ ടോട്ടൽ സ്കോർ പ്രാക്ടിക്കലിന് അഥവാ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ എന്ന വിഭാഗത്തിലായി നമുക്ക് കിട്ടുന്നത് 40 മാർക്കാണ്, 40 സ്കോറാണ്. അതിൽ ഈ വർഷം നമുക്കുള്ളത് 6 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ലിബർ ഓഫീസ് കാൽക്ക്, ലിബർ ഓഫീസ് ബേസ്, ജിനു കാത്ത എന്നീ 3 കാറ്റഗറിയിലായിട്ട് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് എനി 2 ഓഫ് യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടത്തിന് 2 തിരഞ്ഞെടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു റിലാക്സേഷനാണ് ഈ ഇഷ്ടമുള്ള 2 തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് റൈറ്റ് ദ പ്രൊസീജിയർ ഇൻ ദ ആൻസർ ഷീറ്റ് പ്രൊവൈഡഡ് ബൈ ദ എക്സാമിനർ. ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി. ആ എക്സാമിനർ നിങ്ങൾക്ക് നൽകുന്ന മെയിൻ ആൻസർ ഷീറ്റിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും എളുപ്പത്തിൽ പ്രൊസീജിയർ എഴുതാൻ കഴിയുന്ന, നിങ്ങൾക്ക് താല്പര്യമുള്ള 2 ആ 2 ക്വസ്റ്റ്യൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കൊരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, ഈ പ്രാക്ടിക്കൽ ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ദെൻ ഡു ദ വർക്ക് ഇൻ അലോട്ടഡ് കമ്പ്യൂട്ടർ ആൻഡ് ഷോ ദ ഔട്ട്പുട്ട്. പ്രൊസീജിയർ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ എന്ത് ചെയ്യാം, നിങ്ങൾ ആ 2 പ്രാക്ടിക്കൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എക്സാമിനർക്ക് കാണിച്ചു കൊടുക്കണം. പ്രൊസീജിയർ എഴുതി കഴിഞ്ഞ് ആ പേപ്പറിൽ ഔട്ട്പുട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഔട്ട്പുട്ട് എക്സാമിനർക്ക് കാണിച്ചു കൊടുത്താൽ മതിയാവും. ദെൻ അറ്റൻഡ് ദ വൈവ. എക്സാമിനേഷൻ്റെ ഭാഗമാണ് വൈവ. വൈവ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷനാണ്. എക്സാമിനർ നിങ്ങളോട് അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചേക്കാം. ആ ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. ഇതാണ് എക്സാം പാറ്റേൺ. അഥവാ റൈറ്റ് ദ പ്രൊസീജിയർ, അറ്റൻഡ് എനി 2 ക്വസ്റ്റ്യൻസ്, ഷോ ദ ഔട്ട്പുട്ട്, അറ്റൻഡ് ദ വൈവ. ഓക്കെ, ദെൻ നമുക്കിതിൻ്റെ സ്കോർ സ്പ്ലിറ്റപ്പ് ഒന്ന് നോക്കണം. പ്രൊസീജിയറിന് 10 മാർക്കാണ്. 2 ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻ്റെയും പ്രൊസീജിയർ എഴുതുന്നതിന് 10 മാർക്ക് വീതം, അഥവാ ടോട്ടൽ 20 മാർക്ക്. ദെൻ ഔട്ട്പുട്ടിന് 6 മാർക്ക് വീതമാണ്. അഥവാ 2 ക്വസ്റ്റ്യൻ 6 മാർക്ക് വീതം എന്ന് പറയുമ്പോൾ
12 മാർക്കായി. അപ്പോൾ ടോട്ടൽ 32 മാർക്കായി. പിന്നെ ബാലൻസ് 8 മാർക്കുണ്ട്. ആ 8 മാർക്കിൽ 4 മാർക്ക് റെക്കോർഡിനും 4 മാർക്ക് വൈവക്കുമാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറാണ്, ദെൻ ഔട്ട്പുട്ടാണ്, ദെൻ റെക്കോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കുറയും. അതുപോലെ വൈവ കറക്റ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അഥവാ കൃത്യമായ ആൻസർ ചെയ്തില്ലെങ്കിലും അതിനനുസരിച്ച് മാർക്ക് കുറയാം. എന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റും നന്നായി അറ്റൻഡ് ചെയ്യുന്ന ഏകദേശം ഒരു 100% പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ അഥവാ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മളെ വീഡിയോ ഈ ക്ലാസ്സിലുള്ളത്. അത് നിർബന്ധമായിട്ടും പ്രൊസീജിയർ എഴുതാൻ പഠിക്കുക. നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്ന അതേ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കോർഡിലുള്ള അതേ രൂപത്തിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. മറിച്ച് ആ വർക്ക് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ പ്രൊസീജിയറാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ എക്സാമിനറുടെ അനുവാദത്തോടു കൂടി സിസ്റ്റം ഓൺ ചെയ്ത് സെൽ അഡ്രസ്സുകളൊക്കെ നോക്കി എടുക്കുന്നതിന് തടസ്സമുണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് കൗണ്ട്, കൗണ്ട, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്. ലിബ്രിയോഫീസ് കാൽക്കിലെ 4 ഫങ്ഷൻസ് ആണ്. നമുക്കതിൻ്റെ ഒരു മോഡൽ ഈ കൗണ്ട്, കൗണ്ട, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ് ഈ 4 ഫങ്ഷനും ഉൾപ്പെടുത്തിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Enter the following details exactly as given below and answer the following questions using appropriate calc functions. കാൽക്ക് നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ് ആണ്. ആ സ്പ്രെഡ്ഷീറ്റിലെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഇതേ രീതിയിൽ ഉള്ള ഈ കുറച്ച് ഡാറ്റകൾ എൻ്റർ ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻസ് വായിക്കുക. ഹൗ മെനി സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി, എത്ര സെല്ലിൽ നമ്പർ ഉണ്ട്. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ, ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ, ന്യൂമറിക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ആയിട്ടുള്ള ഏതെങ്കിലും വാല്യൂ ഉള്ള സെല്ലുകൾ എത്രയുണ്ട്. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് ₹500, 500 രൂപയിൽ കൂടുതൽ എമൗണ്ട് രേഖപ്പെടുത്തിയ സെല്ലുകളുടെ എണ്ണം എത്രയാണ്. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് വിച്ച് ആർ എംപ്റ്റി, ഒഴിഞ്ഞു കിടക്കുന്ന സെല്ലുകൾ എത്രയാണ്. കാൽക്ക് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. ആ കൗണ്ട് എത്രയാണെന്ന് പറയണം. ഓക്കെ, ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് എന്താ, പ്രൊസീജിയർ എഴുതണം. പ്രൊസീജിയർ എഴുതുന്ന രീതി നമുക്കറിയാം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന രീതിയിൽ എഴുതണം. കാൽക്കിലെ ഏതൊരു പ്രൊസീജിയർ എഴുതുന്ന സമയത്തും ആദ്യ 2 സ്റ്റെപ്പുകൾ സെയിം ആയിട്ട് നമുക്ക് ഏകദേശം എഴുതാൻ പറ്റും. ആദ്യ സ്റ്റെപ്പ് സെയിം ആണ്. ഓപ്പൺ എ ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഇൻ ലിബ്രിയോഫീസ് കാൽക്ക്. ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്യാൻ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്താണ്, ലിബ്രിയോഫീസ് കാൽക്കിലെ ഒരു ഫയല്, ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പിലെ ആപ്ലിക്കേഷൻസിൽ പോയി അവിടെ നിന്ന് ഓഫീസ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ലിബ്രിയോഫീസ് കാൽക്ക് സെലക്ട് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2, എൻ്റർ ദ വാല്യൂസ് ഇൻ ദ ടേബിൾ എക്സാക്ട്ലി ആസ് ഇൻ ദ ടേബിൾ ഇൻ ദ റേഞ്ച് A1 to E2. A1 മുതൽ E2 വരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഈ വാല്യൂസ് എൻ്റർ ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 3, എൻ്റർ ദ ഫോളോയിങ് ലേബൽസ് ആസ് ഗിവൺ ബിലോ. G1ൽ ഇവിടെ ഈ കഴിഞ്ഞിട്ടുള്ള G1ൽ നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കുക, നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി. ദെൻ G2ൽ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. G3ൽ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് വാല്യൂ എക്സീഡിങ് ₹500. ദെൻ G4ൽ നമ്പർ ഓഫ് എംപ്റ്റി സെൽസ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എൻ്റർ ദ ഫോളോയിങ് ഫോർമുല ഇൻ ഡിഫറെൻറ്റ് സെൽസ് ആസ് ഗിവൺ ബിലോ. ദെൻ നമ്മൾ ആ ഓരോ ഹെഡിങ്ങിനും നേരെ ആ സെല്ലിൽ H1 എന്ന സെല്ലിൽ കൗണ്ട് എന്ന ഫങ്ഷൻ ഉപയോഗിക്കുക. ദെൻ H2ൽ ഈക്വൽ ടു കൗണ്ട A1 കോളൻ E2. ദെൻ H3ൽ ഈക്വൽ ടു കൗണ്ട് ഇഫ് A1 കോളൻ E2 ഡബിൾ കോട്ടിൽ ഗ്രേറ്റർ ദാൻ 500. ദെൻ H4ൽ ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് A1 കോളൻ E2. ഇത് ഓരോന്നും എന്തിനുള്ളതാണെന്ന് നമ്മൾ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഔട്ട്പുട്ട് വരഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ വളരെ ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഔട്ട്പുട്ട് പ്രൊസീജിയറൊക്കെ ചെയ്ത് റിസൾട്ട് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. നിർബന്ധമുള്ള കാര്യമല്ല. പ്രൊസീജിയർ മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ നമുക്ക് ഈ പ്രാക്ടിക്കൽ ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്,
നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താ? ലിബ്രിയോഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ ഉബുണ്ടു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓഫീസ് എന്ന ടാബിൽ ഇവിടെ ലിബ്രിയോഫീസ് കാൽക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ലിബ്രിയോഫീസ് കാൽക്ക് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീജിയറിൽ എഴുതിയതുപോലെ തന്നെ ആദ്യം A1 മുതൽ E2 വരെയുള്ള സെല്ലിൽ നമ്മൾ ആവശ്യമായ ഈ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ എൻ്റർ ചെയ്യുന്നു. അതുകൂടാതെ G1, G2, G3, G4 തുടങ്ങിയ സെല്ലുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, എൻ്റർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫംഗ്ഷൻ കൊടുക്കണം. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് നമ്പേഴ്സ് മാത്രമുള്ള സെല്ലുകളുടെ എണ്ണമാണ് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഈക്വൽ ടു കൗണ്ട് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. നമ്പേഴ്സ് എത്രയുണ്ട്, നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്തതിൽ നമ്പേഴ്സ് എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, എന്ന് കൗണ്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. ഈക്വൽ ടു വെച്ചിട്ടാണ് ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു ഇല്ലാതെ ഒരു ഫംഗ്ഷനും വർക്കാവുന്നതല്ല. ഓക്കെ, ഈക്വൽ ടു കൗണ്ട്, ശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് മുതൽ ഏത് വരെയുള്ള സെല്ലുകളാണ് വേണ്ടത് കൗണ്ട് ചെയ്യേണ്ടത്? A1 മുതൽ E2 വരെയുള്ള സെല്ലുകളാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? A1 E2 ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പേഴ്സിൻ്റെ എണ്ണം കിട്ടുന്നു. നമ്പേഴ്സ് എത്രയുണ്ട്? 1, 2, 3, 4. നമുക്കിവിടെ കുറച്ച് ഡാറ്റയുള്ളൂ. ഈ സെല്ലുകളിൽ മുഴുവൻ ഡാറ്റകൾ ഉണ്ടെങ്കിൽ എണ്ണിയെടുക്കുന്നത് എളുപ്പമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് എത്ര സെല്ലുകളിൽ നമ്പർ ഉണ്ടെന്ന് കണ്ടെത്താം. ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കൗണ്ട ഫംഗ്ഷനാണ്, കൗണ്ട് എ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു ടൈപ്പ് ചെയ്യുക, ദെൻ കൗണ്ട എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൗണ്ട് ചെയ്യേണ്ട സെല്ലുകളുടെ റേഞ്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലേ? A1 E2 ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. ദെൻ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് വാല്യൂ എക്സീഡിങ് ₹500. ഈ സെല്ലുകളിൽ 500 രൂപയിൽ കൂടുതൽ ഉള്ള സെല്ലുകളുടെ എണ്ണം എത്രയാണ്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കൗണ്ട് ഈഫ് ഫംഗ്ഷനാണ്. ഈക്വൽ ടു കൗണ്ട് ഈഫ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ റേഞ്ച് ഡിഫൈൻ ചെയ്യുന്നു. A1 E2 ദെൻ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് പകരം കോമ കൊടുക്കണം. കോമ കൊടുത്തിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ക്രൈറ്റീരിയ, എന്താണ് കണ്ടീഷൻ, 500 രൂപയിൽ കൂടുതലുള്ളത്, ഡബിൾ കോട്ടിൽ എന്ത് ചെയ്യുക? ഗ്രേറ്റർ ദാൻ 500, ദെൻ ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന റിസൾട്ട് കിട്ടി. 500 രൂപയിൽ കൂടുതലുള്ള നമ്പേഴ്സ് എത്രയാണ്? 3 സെല്ലിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ കൗണ്ട് കിട്ടി. ദെൻ നമ്പർ ഓഫ് എംപ്റ്റി സെൽസ്, ഇതിനുള്ള ഫംഗ്ഷനാണ് ഈക്വൽ ടു, നമുക്ക് വേണ്ട ഫംഗ്ഷൻ കൗണ്ട് ബ്ലാങ്ക് ആണ്. നമ്മൾ അത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ കാണാം കൗണ്ട് ബ്ലാങ്ക്. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നതിന് പകരം ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഒരു ക്ലോസ് ബ്രാക്കറ്റും കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ റേഞ്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ഫംഗ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് എംപ്റ്റി സെൽസ് 3 അല്ലേ, 3 എന്നുള്ള ആ കൗണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു മോഡൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. മോഡൽ ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തേതാണ് സം ഇഫ്. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ തിയറി സെക്ഷനിൽ പഠിച്ചതാണ്. സമ്മും സം ഇഫും പഠിച്ചിട്ടുണ്ട്. സം ടോട്ടൽ ചെയ്യാനുള്ളതാണ്. സം ഇഫ് ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് കുറച്ച് വാല്യൂസിനെ ടോട്ടൽ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഇൻ സ്പ്രെഡ്ഷീറ്റ് ഫയൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻസ്. ഒരു ലിബ്രിയോഫീസ് കാൽക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് ഇവിടെ പറഞ്ഞുള്ള ഇത്രയും ഡാറ്റ
എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി. കുറച്ച് ഒരു 4-5 എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ഡെസിഗ്നേഷൻ, അവരുടെ പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ സാലറി ഉണ്ട് അല്ലേ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ മന്ത്ലി സാലറി. അതുപോലെ മന്ത്ലി സാലറി പെയ്ഡ് ടു സെയിൽസ്മാന് വേണ്ടി മാത്രം കൊടുത്ത സാലറിയുടെ ടോട്ടൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ എഴുതി പഠിക്കാം. ഒന്ന്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായാലും സെയിം ആണ്. ഓപ്പൺ എ ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഇൻ LibreOffice Calc. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, LibreOffice Calc. ദെൻ സ്റ്റെപ്പ് 2, എൻ്റർ ദ ടേബിൾ ഹെഡിങ്സ് ആസ് ഗിവൺ ബിലോ. താഴെ പറഞ്ഞുള്ള രീതിയിൽ ടേബിൾ ഹെഡിങ്ങുകൾ എഴുതുക. A1 എംപ്ലോയി നെയിം, B1 ഡെസിഗ്നേഷൻ, C1 മന്ത്ലി സാലറി. Then step 3, enter the data given in the question in the range A2:A6. A2 മുതൽ A6 വരെയുള്ള റേഞ്ചിൽ ഇവരുടെ പേര്, ഡെസിഗ്നേഷൻ, സാലറി എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുക. Then step 4, enter the following labels in different cells as given below. ലേബൽ എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്. E2 എന്ന് പറയുന്ന സെല്ലിൽ ടോട്ടൽ മന്ത്ലി സാലറി എഴുതുക. E3 ടോട്ടൽ സാലറി പെയ്ഡ് ടു സെയിൽസ്മാൻ എന്ന് എഴുതുക. ദെൻ സ്റ്റെപ്പ് 5, എൻ്റർ ദ ഫോളോയിങ് ഫോർമുല ആസ് ഗിവൺ ബിലോ. H2 ടോട്ടൽ സാലറി എന്ന് എഴുതിയ സെല്ലിൻ്റെ നേരെ തൊട്ടടുത്ത സെല്ലിൽ H2 ഈക്വൽ ടു സം, എന്നിട്ട് നമ്മൾ ആ എമൗണ്ടുകൾ എഴുതിയ സെല്ലിൻ്റെ റേഞ്ചിനെ സെലക്ട് ചെയ്യുക, C2 മുതൽ C6 വരെ, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ H3 ഈക്വൽ ടു സം ഇഫ് B2:B6, ഡബിൾ കോട്ടിൽ സെയിൽസ്മാൻ, C2 to C6. നമ്മൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു സെയിൽസ്മാൻ. ഓക്കെ, നമുക്കത് പ്രാക്ടിക്കലായിട്ട് നോക്കാം. പറഞ്ഞതുപോലെ ആ സ്റ്റെപ്പുകളിൽ എന്താണ് ചെയ്തത്? ആദ്യം LibreOffice Calc ഫയൽ ഓപ്പൺ ചെയ്യാം. അതിന് വീണ്ടും പറയേണ്ട കാര്യമില്ല. ആപ്ലിക്കേഷൻസിൽ, ഓഫീസിൽ LibreOffice Calc അങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടിയ LibreOffice Calc ഫയലിൽ നമ്മൾ ആ സ്റ്റെപ്സിൽ പറഞ്ഞ പോലെ A1 എംപ്ലോയി നെയിം എന്ന് ടൈപ്പ് ചെയ്യുക, B1 ഡെസിഗ്നേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക, C1 മന്ത്ലി സാലറി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ ഈ A2 മുതൽ C6 വരെയുള്ള സെല്ലിലായിട്ട് അറേഞ്ച് ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? E2 എന്ന് പറയുന്ന സെല്ലിൽ ടോട്ടൽ മന്ത്ലി സാലറി എന്ന് ടൈപ്പ് ചെയ്യുക. ടോട്ടൽ മന്ത്ലി സാലറി എത്രയെന്ന് എങ്ങനെ കാണാം? അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈക്വൽ ടു SUM. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് മുതൽ ഏത് വരെയുള്ള സെല്ലിലെ നമ്പറുകളുടെ ടോട്ടലാണ് വേണ്ടത്. ഏതൊക്കെയാണ് വേണ്ടത്? ഇവിടെ C2 മുതൽ അല്ലേ, C2 മുതൽ പിന്നെ ഏതാ വേണ്ടത്? ഏത് വരെയുള്ളതാണ്? C6 വരെയുള്ള സെല്ലുകളിലെ നമ്പറാണ് വേണ്ടത്. ദെൻ നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഫംഗ്ഷനും ഇക്വേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു സൈൻ ഉപയോഗിച്ചിട്ടാണ്. ഈക്വൽ ടു ഇല്ലെങ്കിൽ നമുക്കത് റിസൾട്ട് കിട്ടില്ല, അത് പ്രത്യേകം ഓർക്കുക. ദെൻ നമുക്ക് മന്ത്ലി സാലറി പെയ്ഡ് ടു സെയിൽസ്മാൻ വേണം. നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ സെയിൽസ്മാനിന് മാത്രം കൊടുത്ത മന്ത്ലി സാലറി കാണാം? അതിനാണ് നമ്മൾ സം ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു സം ഇഫ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സം ഇഫിന് നമ്മൾ എന്തിൻ്റെ ടോട്ടലാണ് വേണ്ടത്? സെയിൽസ്മാൻ്റെ സാലറിയുടെ ടോട്ടലാണ് വേണ്ടത്. അഥവാ ഡെസിഗ്നേഷൻ അല്ലേ, ഡെസിഗ്നേഷൻ സെയിൽസ്മാൻ ആണോ എന്ന് നോക്കണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ ആ കണ്ടീഷനുള്ള എമൗണ്ടിൻ്റെ ടോട്ടൽ വേണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ B2 മുതൽ B6 വരെയുള്ള റേഞ്ച് കൊടുക്കണം അല്ലേ. ബ്രാക്കറ്റിൽ B2:B6 എന്ന് ടൈപ്പ് ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടത്? കോമ കൊടുത്തതിന് ശേഷം ഡബിൾ കോട്ടിൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് അതേപോലെ സെയിൽസ്മാൻ, ആ സ്പെല്ലിംഗ് ഒന്നും മാറിപ്പോകരുത്, അപ്പോൾ ആൻസർ കിട്ടൂല. സെയിൽസ്മാൻ എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു കോമ കൊടുത്തിട്ട് നമ്മൾ എന്ത് വേണം? എമൗണ്ട് കിടക്കുന്ന ഈ റേഞ്ച് ഒന്ന് ഡിഫൈൻ ചെയ്യണം. അഥവാ C2:C6 എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. സെയിൽസ്മാന് മാത്രം കൊടുത്ത സാലറി 30,000 പ്ലസ് 26,000 പ്ലസ് 24,000 ഈക്വൽ ടു 80,000.
ഇതാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലാണ്. നമുക്ക് പ്രാക്ടിക്കലിന് ചെയ്യാൻ ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ദെൻ മോഡൽ ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പബ്ലിക് എക്സാമിന് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. പ്രിപ്പയർ എ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ കുറച്ച് എംപ്ലോയീസിൻ്റെ പേരുണ്ട്. അനിൽ, സലീം, ജോൺ, സെലിൻ, ദീപ്തി. അവരുടെ ബേസിക് പേ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. DA 20% ഓഫ് ബേസിക് പേ, HRA 5% ഓഫ് ബേസിക് പേ, ഡിഡക്ഷൻസ് PF 3% ഓഫ് ബേസിക് പേ, ദെൻ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 5% ഓഫ് ഗ്രോസ് പേ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം, അല്ലേ? എങ്ങനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? ഒരു എംപ്ലോയിയുടെ സാലറി എന്ന് പറഞ്ഞാൽ 2 പാർട്ട് ഉണ്ട്. ബേസിക് പേ പ്ലസ് അലവൻസസ്, ദെൻ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ബേസിക് പേ പ്ലസ് അലവൻസസ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പേ അല്ലെങ്കിൽ ഗ്രോസ് സാലറി എന്ന് പറയും. അതിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാലറിയാണ് നെറ്റ് പേ അല്ലെങ്കിൽ നെറ്റ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തിൻ്റെ സ്റ്റെപ്സ് എന്താണ്? നമ്മൾ ഓരോന്നായി നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ എൻ്റർ ചെയ്യാണ്. ആദ്യം ലിബർ ഓഫീസ് കാൽക്കിൽ ഒരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഹെഡിങ്ങുകൾ കൊടുക്കുന്നു. എംപ്ലോയി നെയിം, ബേസിക് പേ, DA, HRA, ഗ്രോസ് സാലറി, PF, TDS, ടോട്ടൽ ഡിഡക്ഷൻ, നെറ്റ് സാലറി. Then enter the names and basic pay of employees in the range A2 to B6. A2 മുതൽ B6 വരെയുള്ള ആ റേഞ്ചിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേരും അവരുടെ ബേസിക് പേയും എൻ്റർ ചെയ്യാം. Then step 4, enter the following formula in different cells as given below. ഫോർമുലകൾ എൻ്റർ ചെയ്യുക. C2ൽ, D2ൽ, E2ൽ, അങ്ങനെ ഓരോന്നിനും ആവശ്യമായ ഫോർമുലകൾ എൻ്റർ ചെയ്യുക. നമുക്കിത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്കണം, എന്നിട്ട് വായിച്ച് മനസ്സിലാക്കുക. ദെൻ സ്റ്റെപ്പ് 5, ഡ്രാഗ് ഡൗൺ ടു കോപ്പി ദ ഫോർമുല എൻ്റേർഡ് ഇൻ ഈച്ച് സെൽ. ഓരോ സെല്ലിലും നമ്മൾ ഫോർമുല എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ താഴെയുള്ള സെല്ലുകളിലേക്ക് അതിനെ ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യുക. സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ രീതിയിൽ നോക്കുക. എംപ്ലോയി നെയിം, ബേസിക് പേ, DA, HRA. ബേസിക് പേയും DAയും HRAയും കൂട്ടിയത് ഗ്രോസ് പേ. ദെൻ ഡിഡക്ഷൻസ് ആണ് PFും TDSും. ടോട്ടൽ ഡിഡക്ഷൻ ഇതിൻ്റെ ടോട്ടലാണ്. ദെൻ നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ്. നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഫയൽ ഓപ്പൺ ചെയ്യുക. A1 മുതൽ I1 വരെയുള്ള സെല്ലുകളിൽ ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബേസിക് പേ കൂടാതെ DA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, HRA കാൽക്കുലേറ്റ് ചെയ്യണം, ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യണം, PF കാൽക്കുലേറ്റ് ചെയ്യണം, TDS കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ ഡിഡക്ഷൻസും നെറ്റ് സാലറിയും കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ എംപ്ലോയീസിൻ്റെ പേരും അവരുടെ ബേസിക് പേയും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അനിൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ, ആദ്യത്തെ എംപ്ലോയിയുടെ DA എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. DA 20% ആണ്, ബേസിക് പേൻ്റെ 20%. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. ഈക്വൽ ടു വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്തിൻ്റെ DA ആണ് വേണ്ടത്? ബേസിക് പേൻ്റെ 20%. അപ്പോൾ ബേസിക് പേ എൻ്റർ ചെയ്താൽ ഈ സെൽ ഏതാ? B2 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ B2 ഇൻറ്റു 20%. ജസ്റ്റ് എന്ത് ചെയ്യുക? എൻ്റർ ചെയ്യുക. ഇനി ഈ അനിൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ HRA എത്രയാണ്? HRA 5% ഓഫ് ബേസിക് പേ ആണ്. നമ്മൾ എന്തായിരിക്കും ഇക്വേഷൻ കൊടുക്കേണ്ടത്? ഈക്വൽ ടു ബേസിക് പേ 30,000, ആ സെൽ ID ആണ് കൊടുക്കേണ്ടത്. B2 ഇൻറ്റു 5% എൻ്റർ ചെയ്യാം. 1500 രൂപ HRA. ദെൻ ഗ്രോസ് പേ ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? ഈക്വൽ ടു SUM, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. B2, C2, D2. ആ റേഞ്ച് ഡിഫൈൻ ചെയ്യുക. അഥവാ B2 കോളൻ D2, ജസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ദെൻ ഇപ്പോൾ നമുക്ക് ബേസിക് പേ, DA, HRA, ഗ്രോസ് പേ ആയിട്ടുണ്ട്. ദെൻ PF എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിഡക്ഷനാണ്. PF ബേസിക് പേൻ്റെ 3% ആണ് നമ്മൾ കൊടുക്കുക. ഈക്വൽ ടു ബേസിക് പേ കിടക്കുന്ന സെല്ല് B2 ആണ്. B2 ഇൻറ്റു 3%.
ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ചെയ്യുക. ദെൻ TDS ആണ്. TDS എന്ന് പറഞ്ഞാൽ ബേസിക് പേൻ്റെ അല്ല, ഗ്രോസ് പേൻ്റെ 5% ആണ് TDS. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു ഗ്രോസ് പേ ഇരിക്കുന്ന സെല്ല് ഏതാണ്? E2 ഇൻറ്റു 5% എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ TDS ആയി. ദെൻ അടുത്ത കോളം നമുക്കറിയാം, അടുത്ത സെല്ലിൽ വരേണ്ടത് ടോട്ടൽ ഡിഡക്ഷൻ എത്രയാണ്. ടോട്ടൽ ഡിഡക്ഷൻ എത്ര ഉണ്ടാവും? PFഉം TDSഉം ആണ് ഇവിടുത്തെ ഡിഡക്ഷൻസ്. ഈക്വൽ ടു ഒന്നുകിൽ നമുക്ക് സം ഫംഗ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് F2 + G2 എന്ന് കൊടുത്താലും മതി. ഈക്വൽ ടു SUM ജസ്റ്റ് ഇങ്ങനെ സെലക്ഷനായിട്ട് നമുക്ക് ചെയ്യാം. ടോട്ടൽ ഡിഡക്ഷൻ 2775 ആണ്. ദെൻ നെറ്റ് സാലറി, ഒരു എംപ്ലോയിക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. അതായത് ഈക്വൽ ടു ടൈപ്പ് ചെയ്യുക. ഗ്രോസ് പേ കിടക്കുന്ന സെല്ല് E2 ആണ്, മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ് ഉള്ളത് H2ലാണ്. H2 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് സാലറി കിട്ടി. നമ്മൾ ആ സ്റ്റെപ്സിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ കാൽക്കുലേഷൻസ് നടത്തിയ ഈ ഫോർമുല എൻ്റർ ചെയ്ത സെല്ലുകളെ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഈ ഫോർമുല താഴേക്ക് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ആൻസർ അവിടെ ലഭ്യമാവുന്നു. ഇപ്പോൾ ഇടക്ക് കോൺസ്റ്റൻ്റ് എമൗണ്ടുകളൊന്നും ഇല്ലാത്തൊരു കേസിൽ നമുക്കിത് ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ടും എന്ത് ചെയ്യാം? ഡ്രാഗ് ചെയ്ത് ആൻസർ കോപ്പി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ. നമുക്ക് വളരെ കോംപ്ലിക്കേഷനുള്ള പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ള സാധ്യത കുറവാണ്. ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി പറയാം. നമുക്കിതിൽ ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ പ്രത്യേകമായി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡ്രാഗ് ചെയ്യുക. എമൗണ്ടുള്ള കോളം ഡ്രാഗ് ചെയ്ത് ഒരു കോളം എക്സ്ട്രാ എടുത്ത് ഇവിടെ നമുക്ക് ഓട്ടോ സം ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ നമുക്കിതിനെ സം ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ടോട്ടൽ അങ്ങനെ എടുക്കാം ആവശ്യമെങ്കിൽ.